നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, പെട്രോൾ ഡീസൽ വില. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇന്ധനവില ഉടൻ ഉയരുമോ എന്ന പേടി സാധാരണക്കാരായ എല്ലാവർക്കുമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏകദേശം 85% നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ്. അതായത് നമ്മുടെ വണ്ടികൾ ഓടണമെങ്കിലും ഫാക്ടറികൾ പ്രവർത്തിക്കണമെങ്കിലും പുറത്തുനിന്ന് കപ്പലിൽ എണ്ണ വരണം. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ, അതായത് അസംസ്കൃത എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കും. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന പ്രധാന പ്രശ്നം മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യങ്ങളാണ്. ഇസ്രായേലും മറ്റ് ചില രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ദിവസേന വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുള്ള മേഖലയാണ് മിഡിൽ ഈസ്റ്റ്. അവിടെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എണ്ണ ഉൽപാദനത്തെയും അതുപോലെ എണ്ണ കൊണ്ടുപോകുന്ന കപ്പൽ ഗതാഗതത്തെയും അത് ബാധിക്കും. എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ഭയം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില പെട്ടെന്ന് കുതിച്ചുയരാൻ ഇത് കാരണമാകും. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലോകത്ത് പലയിടത്തും യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വലിയ തോതിൽ വർദ്ധിച്ചിരുന്നില്ല. ഇതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ റഷ്യയിൽ നിന്നും വാങ്ങിയ വിലക്കുറവുള്ള എണ്ണയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ റഷ്യ അവരുടെ എണ്ണ വലിയ ഡിസ്കൗണ്ടിൽ, അതായത് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് നൽകാൻ തയ്യാറായി. ഇത് ഇന്ത്യയെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷിച്ചു എന്ന് തന്നെ പറയാം. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടിയത് കാരണം കൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയപ്പോഴും ഇന്ത്യയിൽ എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടായില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. മറ്റൊരു കാരണം നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളാണ്. സാധാരണയായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ സർക്കാർ ഇന്ധനവില വർദ്ധിപ്പിക്കാറില്ല. കാരണം അത് ജനങ്ങളുടെ ഇടയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എണ്ണ കമ്പനികൾക്ക് നഷ്ടം വന്നാൽ പോലും അവർ പലപ്പോഴും വില കൂട്ടിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ചുകൂടി സങ്കീർണമാണ്. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ കാരണം ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം വലിയ ഭീഷണി നേരിടുന്നുണ്ട്. കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പല എണ്ണ കമ്പനികളും വളരെ ദൂരം ചുറ്റിയാണ് ഇപ്പോൾ കപ്പലുകൾ കൊണ്ടുപോകുന്നത്. ഇത് കാരണം എണ്ണ നാട്ടിലെത്തിക്കാനുള്ള യാത്രാ ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചു. ഇൻഷുറൻസ് തുക കൂടിയതും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്. ഇതിന്റെയൊക്കെ ഭാരം എണ്ണ കമ്പനികളുടെ തലയിലാണ് ഇപ്പോൾ വീഴുന്നത്. ഇനി എല്ലാവർക്കുമുള്ള പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിൽ ഉടൻ ഇന്ധനവില ഉയരുമോ? ഇതിന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് വില നിശ്ചയിക്കുന്നത്. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $80 മുതൽ $90 വരെയുള്ള നിരക്കിലാണ് നിൽക്കുന്നത്. ഇത് $90 മുകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ $100 കടക്കുകയോ ചെയ്താൽ തീർച്ചയായും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കൂട്ടാൻ എണ്ണ കമ്പനികൾ നിർബന്ധിതരാകും. കാരണം അവർക്ക് തുടർച്ചയായി വലിയ നഷ്ടം സഹിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയവയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനികൾ. ഈ യുദ്ധ സാഹചര്യം കാരണം മുൻപത്തെ അപേക്ഷിച്ച് അവരുടെ ലാഭം കുറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ സർക്കാരിന്റെ തീരുമാനവും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വില കൂട്ടിയാൽ അത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് സർക്കാരിന് നന്നായി അറിയാം. പെട്രോൾ ഡീസൽ വില കൂടിയാൽ അത് വണ്ടി ഓടിക്കുന്നവരെ മാത്രമല്ല ബാധിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അരിയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളെല്ലാം ലോറികളിലാണ് വരുന്നത്. ഡീസൽ വില കൂടിയാൽ ലോറിക്കാർ വാടക കൂട്ടും. അത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ വരുമ്പോൾ കടകളിൽ സാധനങ്ങളുടെ വില കൂടുവാനും കാരണമാകും. ഇതൊരു വലിയ വിലക്കയറ്റത്തിലേക്ക് നാടിനെ നയിക്കുമെന്നുള്ളതാണ് വാസ്തവം. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ എണ്ണ കമ്പനികളോട് തൽക്കാലം വില കൂട്ടണ്ട എന്ന് നിർദ്ദേശിക്കുവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി, അതായത് കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന ഇന്ധന നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും സർക്കാരിന് കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ, എണ്ണ വ്യാപാര പാതകൾ അടച്ചിടുകയോ ചെയ്താൽ ലോകത്ത് വലിയൊരു എണ്ണ പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിലും ഇന്ധനവില വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. മറിച്ച് കാര്യങ്ങൾ ഒരു പരിധിക്കുള്ളിൽ നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ വലിയൊരു വില വർധനവ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എണ്ണവില വർധനവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരും ഈ വിഷയത്തിൽ വളരെ കരുതലോടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണം. വരും ദിവസങ്ങളിൽ പെട്രോൾ വില കൂടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. നന്ദി.